ഇതാണ് BMW i7, അതായത് 7 സീരീസിൻ്റെ ഇലക്ട്രിക് വേർഷൻ. ഒരു 101 കിലോ വാട്ട് അവറിൻ്റെ ബാറ്ററിയാണ്, 600 കിലോമീറ്റർ വരെ റേഞ്ച് ഉപയോഗിക്കാം. 2 കോടി രൂപ വിലയുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ രസകരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ DRL നിന്ന് ആരംഭിക്കാം. ഒരു ക്രിസ്റ്റൽ DRL യൂണിറ്റാണ് കൊടുത്തുള്ളത്. ഹെഡ് ലാമ്പ് യൂണിറ്റ് കാര്യങ്ങൾ കാണാം, ക്ലോസ്ഡ് ഗ്രില്ല് കാണാം. ഇവിടെ നമുക്കൊരു ക്യാമറ ഉണ്ട്. ഇതിൻ്റെ തൊട്ട് മുകളിൽ വെച്ചാൽ ഈ ക്യാമറ വാഷിംഗ് യൂണിറ്റ് ആട്ടോ. വളരെ പ്രശസ്തമായിട്ടുള്ള കിഡ്നി ഗ്രില്ല് കുറച്ച് വലുപ്പത്തിൽ കൊടുത്തിട്ടുണ്ട്. സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുന്ന സമയത്ത് 5.3 മീറ്റർ ലെങ്ത് ആണ്, 21 ഇഞ്ച് വീലുകൾ കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഈ ലോഗോ പുറത്തേക്ക് തള്ളി വന്നിട്ട് നമ്മളെ ക്യാമറ വാഷിംഗ് യൂണിറ്റ് വർക്ക് ചെയ്യും. അത് നമ്മൾ നേരത്തെ IXL ഒക്കെ കണ്ട പോലെ തന്നെ. അതുപോലെ തന്നെ 1 ടച്ച് ഓപ്പൺ ആണ്, 1 ടച്ച് ക്ലോസ് ആവുന്ന ബൂട്ട് സ്പേസ് ആണ്. ഇതിൻ്റെ താഴ്ഭാഗത്തും ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ചെയ്യുന്ന ഡോറുകളാണ്. ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആയിട്ട് വരും എന്നുള്ളതാണ്. അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു 14.5 ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൂടി കണക്റ്റഡ് ആണ്. സ്റ്റിയറിംഗ് വീല് കാണാം, അതുപോലെ തന്നെ ക്രിസ്റ്റൽ എലമെൻറ്റുകൾ കാണാൻ കഴിയും. അതുപോലെ സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിലും അത്യാവശ്യം കട്ടിയും കനമുള്ള വെന്റിലേറ്റർ ആയിട്ടുള്ള മസാജിങ് ഓപ്ഷൻസ് ഒക്കെ ഉള്ള സീറ്റാണ് വന്നത്. ഇനി മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം, നമ്മളിപ്പോൾ ഹസാർഡ് ലാമ്പ് ഇട്ട് കഴിഞ്ഞാൽ കണ്ടോ, റെഡായിട്ട് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അടിപൊളി. ബാക്കിലത്തെ സീറ്റുകളും ഇതേപോലെ ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ചെയ്താണ്. അതുപോലെ തന്നെ ബോസ് സീറ്റ്, അതായത് നമുക്ക് കിടന്ന് യാത്ര ചെയ്യാനുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അതേപോലെ ഇവിടെയും നമുക്കൊരു കൺട്രോൾ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ടച്ച് കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മുകളിൽ നമുക്കൊരു 31 ഇഞ്ച് TV യും കാണാൻ പറ്റും. അപ്പോൾ ഒരു ഹോം തിയേറ്റർ എക്സ്പീരിയൻസ് നമുക്കിതിനകത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്.